നമ്മളിന്ന് നിൽക്കുന്നത് ദുബായിലെ ഏറ്റവും മനോഹരവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഒരിടത്താണ്, അൽസീഫ്. ആധുനികതയും പാരമ്പര്യവും ഒരുപോലെ കൈകോർക്കുന്ന ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽസീഫ് കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്നതിലുപരി ആധുനിക എഞ്ചിനീയറിംഗും ചരിത്രപരമായ പുനർനിർമ്മാണവും ചേർന്ന ഒരു അത്ഭുതമാണ്. ദുബായ് ക്രീക്കിന്റെ തീരത്തായി ബുർ ദുബായ് ഭാഗത്താണ് അൽസീഫ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1.8 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം നമുക്ക് നൽകുന്നത് പഴയകാല ദുബായിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. ദുബായിയുടെ ചരിത്രം തന്നെ തുടങ്ങുന്നത് ഈ ക്രീക്കിൽ നിന്നാണ്. പണ്ടുകാലത്ത് മുത്തുവാരുന്നവരും മീൻപിടുത്തക്കാരും കച്ചവടക്കാരും ഒത്തുകൂടിയിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള കപ്പലുകൾ ഇവിടെ വന്ന് വ്യാപാരം നടത്തിയിരുന്നു. അൽസീഫിന് തൊട്ടടുത്താണ് ചരിത്രപ്രസിദ്ധമായ അൽ ഫഹിദി ഹെറിറ്റേജ് വില്ലേജ്. 1800കളുടെ അവസാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ പ്രദേശം ദുബായിലെ ഏറ്റവും പഴയ വാസസ്ഥലങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ പഴയ വീടുകളുടെയും മസ്ജിദുകളുടെയും അതേ വാസ്തുവിദ്യ നിലനിർത്തിക്കൊണ്ടാണ് അൽസീഫ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാലക്രമേണ നഗരം വികസിച്ചപ്പോൾ ഈ പ്രദേശം ആളൊഴിഞ്ഞുപോയി. എന്നാൽ ദുബായിയുടെ തനിമ നഷ്ടപ്പെടാതിരിക്കാൻ മെറാസ് എന്ന കമ്പനി 2017-ൽ ഈ പ്രദേശം പുനർനിർമ്മിച്ചു. ദുബായിയുടെ പഴയകാല പ്രതാപത്തെ ആധുനിക സൗകര്യങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അൽസീഫിലെ പഴയ ഭാഗത്തെ കെട്ടിടങ്ങൾ നോക്കിയാൽ അവ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചതാണെന്ന് തോന്നും. പഴയ കാലത്തെ വിൻഡ് ടവറുകൾ, മരത്തിന്റെ ജനലുകൾ, കല്ലുകൾ പാകിയ വഴികൾ എന്നിവയെല്ലാം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള പല കെട്ടിടങ്ങളിലും പഴയകാല ഫോട്ടോകളും അന്നത്തെ ജീവിത രീതികളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുത്തുവാരുന്നവരുടെ ജീവിതവും പഴയ കച്ചവട രീതികളും നമുക്കിവിടെ കാണാം. പഴയകാലത്തെ ചന്തകൾ അതേപടി ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളും അറബിക് വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും വിൽക്കുന്ന ഈ ചന്തകൾ സന്ദർശകരെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്നു. അൽസീഫ് എന്നത് വെറുമൊരു നിർമ്മിതിയല്ല, മറിച്ച് ദുബായ് എങ്ങനെയൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ലോകോത്തര നഗരമായി വളർന്നു എന്നതിന്റെ ഒരു ലിവിംഗ് മ്യൂസിയമാണ്. പഴമയെ സ്നേഹിക്കുന്നവർക്കും ദുബായിയുടെ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത്. അൽസീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഡിസൈനാണ്. ഇതിനെ 2 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, പഴയ ദുബായിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള തനത് അറബിക് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഭിത്തികളും തടിയിലുള്ള ജനലുകളും ഇടുങ്ങിയ വഴികളും നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകും. ഈ ഭാഗം കാണുമ്പോൾ 100 വർഷം പഴക്കമുള്ള കെട്ടിടമാണെന്ന് തോന്നും. പക്ഷേ ഇത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഴയ രീതിയിൽ നിർമ്മിച്ചതാണ്. പഴയകാലത്തെ ബാസ്താക്കിയ ശൈലി പുനഃസൃഷ്ടിക്കാൻ മണൽ, ജിപ്സം, പവിഴപ്പുറ്റുകളുടെ രൂപത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ചുള്ള ഫിനിഷിംഗ് ആണ് നൽകിയിരിക്കുന്നത്. എയർ കണ്ടീഷനിംഗ് ഇല്ലാതിരുന്ന കാലത്ത് വീടുകൾ തണുപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന കാറ്റുഗോപുരങ്ങൾ അൽസീഫിലെ കെട്ടിടങ്ങളിൽ കാണാം. ഇത് പഴയ അറബിക് വാസ്തുവിദ്യയുടെ അടയാളമാണ്. ചുവരുകളിൽ മനഃപൂർവ്വം വിള്ളലുകളും പഴക്കവും വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഇതിന്റെ പെയിന്റിങ്ങും പ്ലാസ്റ്ററിങ്ങും ചെയ്തിരിക്കുന്നത്. പൈതൃക മേഖലയിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മൾ എത്തുന്നത് തികച്ചും ആധുനികമായ മറ്റൊരു ലോകത്തേക്കാണ്. ഇവിടെ വലിയ ഗ്ലാസ് ചുവരുകളും സ്റ്റീൽ തൂണുകളും ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ലണ്ടൻ അല്ലെങ്കിൽ പാരീസ് പോലുള്ള നഗരങ്ങളിലെ വാട്ടർ ഫ്രണ്ട് പ്രോമിനേഡുകൾക്ക് സമാനമായി ഈ ഭാഗം ഒരുക്കിയിരിക്കുന്നു. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എണ്ണമറ്റ കഫേകളും റെസ്റ്റോറന്റുകളും കാണാം. അറബിക് ഭക്ഷണങ്ങൾ മുതൽ ഇന്ത്യൻ രുചികൾ വരെ ഇവിടെ ലഭ്യമാണ്. കൂടാതെ ചെറിയ ഷോപ്പുകളിൽ നിന്ന് കരകൗശല വസ്തുക്കളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ വാങ്ങാൻ സാധിക്കും.
അൽസീഫിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ ഹെറിറ്റേജ് ഹോട്ടലുകൾ. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് കുറച്ചു സമയം സമാധാനമായി ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച തിരഞ്ഞെടുപ്പാണ്. അൽസീഫിലെ സ്റ്റാർബക്സ് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കഫേകളിലൊന്നാണ്. ഇതൊരു പഴയ മൺകെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പുറത്തുള്ള മരത്തടികൾ കൊണ്ടുള്ള ഡിസൈനും പഴയ ശൈലിയും ഇൻസ്റ്റഗ്രാം ഫോട്ടോകൾക്ക് പറ്റിയതാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. ക്രീക്കിലൂടെ പോകുന്ന ബോട്ടുകളും തണുത്ത കാറ്റും ഈ സ്ഥലത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കേവലം 1 ദിർഹം നൽകി നിങ്ങൾക്ക് അബ്രയിൽ ക്രീക്കിനക്കരെയുള്ള ഡേരിയിലേക്ക് യാത്ര ചെയ്യാം. രാത്രിയിൽ അൽസീഫ് കൂടുതൽ മനോഹരമാണ്. വിളക്കുകൾ തെളിയുമ്പോൾ ഈ പ്രദേശം ഒരു സ്വർഗം പോലെ തോന്നും. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ദുബായിൽ വരാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്നാണിത്. പുറമെ പഴയ കെട്ടിടങ്ങളായി തോന്നിയാലും ഇവയുടെ അടിയിൽ അത്യാധുനികമായ പാർക്കിംഗ് സൗകര്യങ്ങളും ഇലക്ട്രിക് ഗ്രിഡുകളും മറച്ചുപിടിച്ചിട്ടുണ്ട്. ഏകദേശം 2500 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിന്റെ താഴെ ഒരുക്കിയിട്ടുണ്ട്. ദുബായിയുടെ ഗതകാല പ്രതാപവും ഭാവിയിലേക്കുള്ള വളർച്ചയും ഒരേ ക്യാൻവാസിൽ വരച്ചുകാട്ടുന്ന ഒന്നാണ് അൽസീഫിന്റെ നിർമ്മാണം. പഴയ വീടുകളുടെ ബാൽക്കണികളും മരത്തടി കൊണ്ടുള്ള വാതിലുകളും നമുക്ക് പാരമ്പര്യത്തിന്റെ അനുഭവം നൽകുന്നു. എന്നാൽ തൊട്ടടുത്തു തന്നെ ആധുനിക സൗകര്യങ്ങളും നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.